Dear students, ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് സർക്കുലേറ്റേഴ്സ് ആൻഡ് ഐസൊലേറ്റേഴ്സ് ആണ്. അതിനകത്ത് we will start with circulator. So both the circulators as well as isolators are non-reciprocal transmission devices which works based on the property of Faraday's rotation in a ferrite material. Okay. സോ ഈ പറയുന്ന സർക്കുലേറ്റേഴ്സും ഐസൊലേറ്റേഴ്സും എന്താണ്? നോൺ റെസിപ്രോക്കൽ ട്രാൻസ്മിഷൻ ഡിവൈസ് ആണ്. അത് ഏത് പ്രോപ്പർട്ടി യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്? ഫാരഡേസ് റൊട്ടേഷൻ ബേസ് ചെയ്തിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം നമുക്ക് ഏത് നോക്കാം? സർക്കുലേറ്റേഴ്സ് നോക്കാം. സോ ഈ സർക്കുലേറ്റർ എന്ന് പറയുന്നത് ഒരു മൾട്ടി പോർട്ട് ഡിവൈസ് ആണ്. നമ്മളിവിടെ ഒരു 4 പോർട്ട് കാണിച്ചു വെച്ചിരിക്കുന്നെങ്കിലും ഇതെന്താണ്? ഒരു മൾട്ടി പോർട്ട് ഡിവൈസ് ആണ് വിച്ച് ഹാസ് എ പെക്യുലർ പ്രോപ്പർട്ടി ദാറ്റ് ഈച്ച് ടെർമിനൽ ഈസ് കണക്റ്റഡ് ഓൺലി ടു ദ നെക്സ്റ്റ് ക്ലോക്ക് വൈസ് ടെർമിനൽ. ഓക്കെ, അതായത് ഇതൊരു മൾട്ടി പോർട്ട് ഡിവൈസ് ആണ്. അപ്പോൾ ഒരു ടെർമിനൽ അതിൻ്റെ തൊട്ടടുത്ത ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള ടെർമിനലിലേക്ക് മാത്രമേ എന്തുണ്ടാവുള്ളൂ? കണക്ഷൻ ഉണ്ടാവുള്ളൂ. അതായത് ഞാൻ 1ൽ ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ, എവിടെ 1ൽ ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പോർട്ട് 1, 2, 3, 4. അപ്പോൾ 1ൽ ഞാനൊരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് എങ്ങോട്ട് പോകും? 2ലേക്ക് പോവും, പോർട്ട് 2ലേക്ക് പോവും. പോർട്ട് 2ൽ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ അത് എങ്ങോട്ട് പോകും? 3ലേക്ക് പോവും. 3ൽ കൊടുത്തു കഴിഞ്ഞാൽ 4ലേക്ക് പോവും. 4ൽ കൊടുത്തു കഴിഞ്ഞാൽ ഏതിലേക്ക് പോവും? തിരിച്ച് പോർട്ട് 1ലേക്ക് പോവും. സോ പോർട്ട് 1 ഈസ് കണക്റ്റഡ് ടു പോർട്ട് 2 ഓൺലി ആൻഡ് നോട്ട് ടു പോർട്ട് 3 ആൻഡ് പോർട്ട് 4. ഓക്കെ, സിമിലർലി പോർട്ട് 2 ഏതൊക്കെ ആയിട്ട് കണക്ട് ചെയ്തേക്കുന്നത്? 3യുമായിട്ട് മാത്രമേ കണക്ട് ചെയ്തിട്ടുള്ളൂ. പോർട്ട് 1ഉം 4ഉം ആയിട്ട് കണക്ട് ചെയ്തിട്ടില്ല. അതേപോലെ പോർട്ട് 3 പോർട്ട് 4ഉമായിട്ട് മാത്രമേ കണക്ട് ചെയ്തിട്ടുള്ളൂ. 1ഉം 2ഉമായിട്ട് കണക്ട് ചെയ്തിട്ടില്ല. ഓക്കെ, സോ ഈ രീതിയിലാണ് അതിനകത്ത് എന്ത് ഫ്ലോ ചെയ്യുന്നത്? സിഗ്നൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിനകത്ത് ആദ്യത്തെ 2 പോയിൻറ്റ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോയിൻറ്റ്സ് ആണ്. ആൻഡ് വൺ മോർ തിങ് ഈസ് ദാറ്റ് ദർ ഇസ് നോ റെസ്ട്രിക്ഷൻ ഓൺ ദ നമ്പർ ഓഫ് പോർട്ട്, ബട്ട് 4 പോർട്ട്സ് ആർ മോസ്റ്റ് കോമൺലി യൂസ്ഡ്. സോ ഈ ഒരു 4 പോർട്ട് ഡിവൈസിനകത്ത് നമ്മൾ ഈ സർക്കുലേറ്റേഴ്സിനകത്ത് നമ്മൾ 4 പോർട്ടാണ് പറയണത്. ശരിക്കും പറഞ്ഞാൽ എത്ര പോർട്ട് എന്നുള്ളത് അതിനകത്തൊരു റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. പക്ഷേ സാധാരണഗതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് 4 പോർട്ട് നെറ്റ്വർക്കാണ്. എക്സാമ്പിൾ, ദേ ആർ യൂസ്ഡ് ഇൻ പാരാമെട്രിക് ആംപ്ലിഫയേഴ്സ്, ടണൽ ഡയോഡ്സ്, ആംപ്ലിഫയേഴ്സ് ആൻഡ് ഡ്യൂപ്ലെക്സേഴ്സ് ഇൻ റഡാർസ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു 4 പോർട്ട് ഫാരഡേ റൊട്ടേഷൻ സർക്കുലേറ്ററിൻ്റെ കറസ്പോണ്ടിങ് കൺസ്ട്രക്ഷൻ ആണ്. അപ്പോൾ ഇതാണ് ഒരു 4 പോർട്ട് സർക്കുലേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതെടുക്കുവാണെങ്കിൽ ഇത് ഫസ്റ്റ് പോർട്ട്, ഈ പോർഷൻ എന്ന് പറയുന്ന ഫസ്റ്റ് പോർട്ട്. ഇനി ഇതിനകത്ത് കുറച്ച് ടേപ്പേഴ്സ് എന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതാണ് ദ ഫെറൈറ്റ് റോഡ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഇസ് എ സെക്കൻഡ് പോർട്ട്, ദിസ് ഇസ് എ തേർഡ് പോർട്ട് ആൻഡ് ദിസ് ഇസ് ദ 4th പോർട്ട്. സോ നമുക്ക് മൊത്തം 4 പോർട്ട് ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ഈ സർക്കുലേറ്ററിനെ നമ്മൾ 4 പോർട്ട് സർക്കുലേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള സർക്കുലേറ്റേഴ്സിന്റെ ഡയഗ്രാം ആണ് കാണിച്ചിരിക്കുന്നത്. ഈ ഒരു ഡയഗ്രാം ജസ്റ്റ് ഒന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, ഇവിടെ എന്തൊക്കെയുണ്ട്? നമുക്ക് ഇതാണ് നമ്മുടെ ഫസ്റ്റ് പോർട്ട് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ പോർട്ട് 2 ആണ്. ഇതെന്താണ്? മൂന്നാമത്തെ പോർട്ട്. ആൻഡ് ദിസ് ഇസ് 4th പോർട്ട്. ഓക്കെ, ദ പവർ എൻട്രിങ് പോർട്ട് 1, അതായത് പോർട്ട് 1 വഴി കയറുന്ന പവർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വരുന്ന സിഗ്നൽ എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് റെക്ടാങ്കുലർ മോഡിലുള്ള ഒരു സിഗ്നൽ ആണ്. ഓക്കെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേവ് മോഡ്സ് ഉണ്ട്. അത് നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ആന്റിന ആൻഡ് വേവ് പ്രൊപ്പഗേഷനകത്തും നമ്മൾ തുടങ്ങുന്നതിന് മുന്നേ, മൈക്രോവേവ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ പറഞ്ഞതാണ്. റെക്ടാങ്കുലർ വേവ് ഗൈഡിനകത്ത് ഏറ്റവും ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള വേവ് മോഡ് എന്ന് പറയുന്നത് ഏതാണ്? TE10 മോഡാണ്. ഓക്കെ, അപ്പൊ പോർട്ട് 1 വഴി ഇതിനകത്ത് കയറുന്ന വേവ് എന്ന് പറയുന്നത് എപ്പോഴും റെക്ടാങ്കുലർ വേവ് ഗൈഡ് ആണ്. ഓക്കെ, ഇനി ഈ റെക്ടാങ്കുലർ വേവ് ഗൈഡ് ഫസ്റ്റ് പോർട്ടിലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു ഷേപ്പ് കാണിച്ചിട്ടുണ്ട്. ദാറ്റ് മീൻസ് അതെന്താണ്? ഇതൊരു ടേപ്പേഴ്സ് എൻഡ് ആണ്, ടേപ്പർ എൻഡ് ആണ്. എന്താണ് ടേപ്പേഴ്സ്? നമ്മൾ റെക്ടാങ്കുലർ വേവ് ഗൈഡിനെ സർക്കുലർ വേവ് ഗൈഡ് ആയിട്ടോ സർക്കുലർ വേവ് ഗൈഡിനെ റെക്ടാങ്കുലർ വേവ് ഗൈഡ് ആയിട്ടോ യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മൈക്രോവേവ് ഡിവൈസ് ആണ് എന്ത്? ടേപ്പേഴ്സ് എന്ന് പറയുന്നത്. സോ ടേപ്പേഴ്സിന്റെ ഫംഗ്ഷൻ എന്താണ്? റെക്ടാങ്കുലർ വേവ്, ഇവിടെ കിടപ്പുണ്ട്. റെക്ടാങ്കുലർ വേവ് ഗൈഡിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? സർക്കുലർ വേവ് ഗൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ലൈനിലേക്ക് അത് കൺവേർട്ട് ചെയ്യുന്നു. വരുന്ന ട്രാൻസ്മിഷൻ ലൈനിൽ വരുന്ന റെക്ടാങ്കുലർ വേവ് ഗൈഡിനെ ഒരു റെക്ടാങ്കുലർ ട്രാൻസ്മിഷൻ മീഡിയ ആയിട്ട് എന്ത് ചെയ്യുന്നു? കൺവേർട്ട് ചെയ്യുന്നു.
സോ ഓട്ടോമാറ്റിക്കലി സർക്കുലർ ട്രാൻസ്മിഷൻ ലൈനിനകത്തുള്ള കറസ്പോണ്ടിങ് ഡോമിനന്റ് മോഡ് ഏതാണ്? TE11 മോഡ്. ഓക്കെ, അപ്പോ ഫസ്റ്റ് പോർട്ടിൽ കയറുന്ന ഇൻപുട്ട് സിഗ്നൽ എന്ന് പറയുന്ന റെക്ടാങ്കുലർ മോഡാണ്, which is in TE10 mode and is converted to TE11 mode because of the gradual rectangular to circular transition by means of a taper. Okay, so ഒരു ടേപ്പേഴ്സ് വെച്ചിട്ടാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. ഇനി ഈ പവർ എന്ത് ചെയ്യും? ഇറ്റ് വിൽ പാസ് ത്രൂ ദ പോർട്ട് 3 അൺഅഫക്റ്റഡ്. അപ്പൊ ഇവിടെ ഒരു പോർട്ട് 3 ഇരിപ്പുണ്ടല്ലോ. ഈ വരുന്ന സർക്കുലർ വേവ് ഗൈഡ് അല്ലെങ്കിൽ സർക്കുലർ മോഡ് ഓഫ് പ്രൊപ്പഗേഷനിലുള്ള സിഗ്നല് എന്ത് സംഭവിക്കും? മൂന്നാമത്തെ പോർട്ടിൽ കയറി അത് പാസ് ചെയ്ത് പോവും. ഓക്കെ, പാസ് ചെയ്ത് പോകുമ്പം എന്ത് സംഭവിക്കും? ആ വരുന്ന സിഗ്നൽസിന് പ്രത്യേകിച്ച് ഒരു മാറ്റവും സംഭവിക്കില്ല. എന്തുകൊണ്ടാണ്? സിൻസ് the rectangular field അല്ലെങ്കിൽ since the electric field is not significantly cut. ഇതിനകത്തുള്ള ഇലക്ട്രിക് ഫീൽഡിനെ എന്ത് കട്ട് ചെയ്യുന്നില്ല? ഇതിലേക്കൂടെ പാസ് ചെയ്തിരുന്ന സിഗ്നൽ കട്ട് ചെയ്യാത്തത് കാരണം അതെന്ത് സംഭവിക്കും? ഈ പോർട്ട് 3 വഴി ഈ TE11 മോഡിലുള്ള വേവ് എന്താണ് ഒരു രീതിയിലും അഫക്ട് ചെയ്യാതെ, അതുകൊണ്ടാണ് നമ്മൾ അൺഅഫക്റ്റഡ് എന്ന് പറയുന്നത്. സോ അത് ഈ പോർട്ട് 3 പാസ് ചെയ്ത് വരും. ഓക്കെ, ഇനി പോർട്ട് 3 പാസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇവിടെ നമ്മൾ എന്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്? ഒരു ഫെറൈറ്റ് ഡിവൈസ് ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇങ്ങനെ വരുന്ന സിഗ്നലിനെ നമ്മൾ ഒരു ഫെറൈറ്റ് ഡിവൈസിലേക്ക് പാസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിനകത്തൊരു ഫേസ് ഷിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യും എന്ന് പറഞ്ഞിരുന്നു നേരത്തെ. എന്താണ് ഫെറൈറ്റ് ഡിവൈസസ് എന്നൊക്കെ പറഞ്ഞ സമയത്ത്. അപ്പൊ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് θ = 45 ഡിഗ്രി ആണ്. അപ്പൊ ഈ വരുന്ന സിഗ്നൽ ഏതിലേക്ക് കയറും? നമ്മുടെ ഈ ഫെറൈറ്റ് റോഡിലേക്ക് കയറിയിട്ട് അതൊരു 45 ഡിഗ്രി ഷിഫ്റ്റ് ജനറേറ്റ് ചെയ്യും. സോ 45 ഡിഗ്രി ഒരു ഫേസ് ഷിഫ്റ്റ് ജനറേറ്റ് ചെയ്യും. അപ്പൊ ആ വരുന്ന സിഗ്നൽ TE11 മോഡലുള്ള സിഗ്നൽ ഇപ്പൊ ഇങ്ങനെ പോകുന്ന സിഗ്നൽ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഒരു 45 ഡിഗ്രി ഇങ്ങോട്ടേക്ക് അതെന്ത് ചെയ്യും? ഷിഫ്റ്റ് ചെയ്ത് ഈ ടൈപ്പ് ഓഫ് സിഗ്നൽ അതെന്ത് ചെയ്യും? ജനറേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ വരുന്ന സിഗ്നല് എന്ത് ചെയ്യും? അപ്പൊ ഈ പോർട്ട് 4ന്റെ ഇവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പൊ പോർട്ട് 4 നോക്കി നമ്മുടെ ഈ ഒരു അല്ലെങ്കിൽ പോർട്ട് 1 കമ്പയർ ചെയ്യുമ്പോൾ അതൊരു 45 ഡിഗ്രി ഫേസ് ഷിഫ്റ്റിൽ നിൽക്കുവാണ്. ഏത്? പോർട്ട് 4 എന്ന് പറയുന്നത്. അപ്പൊ ഈ വരുന്ന സിഗ്നൽ പോർട്ട് 4ലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ പാസ് ത്രൂ ദ പോർട്ട് 4 അൺഅഫക്റ്റഡ്. എന്തുകൊണ്ട്? ഫോർ ദ സെയിം റീസൺ ആസ് ഇറ്റ് പാസ് ത്രൂ പോർട്ട് 3. പോർട്ട് 3ൽ എന്തുകൊണ്ട് അൺഅഫക്റ്റഡ് ആയിട്ട് പോയി? ബിക്കോസ് ദ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ നോട്ട് സിഗ്നിഫിക്കന്റ്ലി കട്ട്. സോ അതേപോലെ ഈ വരുന്ന സിഗ്നൽ ഇതിന്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ കട്ട് ചെയ്യാത്തത് കൊണ്ട് അതെന്ത് സംഭവിക്കും? ഇറ്റ് വിൽ എമർജസ് ഔട്ട് ഓഫ് പോർട്ട് 4. ഓക്കെ, അൺഅഫക്റ്റഡ്. അങ്ങനെ പോർട്ട് 4ലേക്ക് വന്ന് അല്ലെങ്കിൽ പോർട്ട് 4ൽ വന്ന് അതെന്ത് ചെയ്യും? പോർട്ട് 4ന്റെ വെളിയിലേക്ക് പോകും വിത്തൗട്ട് എഫക്ടിങ് ദ വേവ് ഫോം ആൻഡ് ഫൈനലി ഇറ്റ് എമർജസ് ഔട്ട് ഓഫ് പോർട്ട് 3. ഓക്കെ, അതെന്ത് ചെയ്യും? പോർട്ട് 2 വഴി എമർജ് ചെയ്യും. ഇനി power from port 2 will have a plane of polarization which is already tilted by 45 degree. അപ്പൊ പോർട്ട് 2ന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടുത്തെ പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്തേക്കുവാണ്? ഈ വരുന്നതിൽ നിന്നും ഓൾറെഡി ഒരു 45 ഡിഗ്രി നമ്മൾ എന്ത് ചെയ്തേക്കുവാണ്? നമ്മൾ ടിൽറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ഏതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും? പോർട്ട് 1 കമ്പയർ ചെയ്യുമ്പോൾ. എങ്ങനെ കമ്പയർ ചെയ്യും? ഇതാണ് പോർട്ട് 1. ഞാൻ ഈ വരയ്ക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു ലേസർ ബീം പാസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇതാണ് പോർട്ട് 1ന്റെ കറസ്പോണ്ടിങ് അല്ലെങ്കിൽ ആ ഒരു പ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്ലെയിനിന്റെ പാരലായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതാണ് അല്ലേ ലൈൻ പാരലൽ ടു പോർട്ട് 1. ശരിയാണല്ലോ. ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്തേക്കുവാണ്? 45 ഡിഗ്രി ടിൽറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് power from port 2 will have the plane of polarization which is already tilted by 45 degree with respect to port 1. Okay, ഇതാണ് പോർട്ട് 2. ഈ പോർട്ട് 2 എന്ന് പറയുന്നത് നമ്മൾ പോർട്ട് 1 കമ്പയർ ചെയ്യുമ്പോൾ എന്ത് സംഭവിച്ചേക്കുവാണ്? 45 ഡിഗ്രി ടിൽറ്റ് ചെയ്തേക്കുവാണ്. സോ ദിസ് പവർ പാസസ് പോർട്ട് 4. അത് കാരണം ഈ വരുന്ന പവർ അല്ലെങ്കിൽ വരുന്ന സിഗ്നൽ പോർട്ട് 4 എന്ത് ചെയ്യും? പോർട്ട് 4നെ അൺഅഫക്ട് ചെയ്യും അല്ലെങ്കിൽ അൺഅഫക്ട് ചെയ്യാതെ അത് പാസ് ചെയ്ത് വരും. because the electric field lines are not significantly cut and the waveform get rotated by. അപ്പൊ ഈ വരുന്ന വേവ് ഓൾറെഡി ഒരു 45 ഡിഗ്രി ടിൽറ്റ് ഉണ്ട്. ഇതിൽ കയറി ഇറങ്ങുമ്പോൾ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ബട്ട് 45 ഡിഗ്രി ടിൽറ്റഡ് വേവ്ഫോം ആണ്. അതിനി പോർട്ട് 2 വഴി കയറി വരുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ഓൾറെഡി ഒരു 45 കൂടെ എക്സ്ട്രാ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് സംഭവിക്കും?
ഇൻ എഫക്ട് നേരത്തെ ഒരു 45 ഡിഗ്രി പ്ലസ് 45 ഡിഗ്രി. അപ്പൊ എന്ത് സംഭവിക്കും? ഒരു 90 ഡിഗ്രി ടിൽറ്റഡ് ആയിട്ടുള്ള വേവ് ഫോം ആണ് എന്ത് സംഭവിക്കുന്നത്? ഈ പോർട്ട് 2 വഴി നമുക്ക് കിട്ടുന്നത്. This is how this circulator works. അപ്പൊ ഇനിയുള്ള സ്ലൈഡിൽ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ്. ഇനി നമ്മൾ ഇത് കൂടാതെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും കൂടെ നമുക്ക് നോക്കാം. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതെന്താണ്? ഇ പ്ലെയിൻ ആണ്, അല്ലെങ്കിൽ ഇ ആം ആണ്. ഇതെന്താണ്? എച്ച് ആം ആണ്. സോ ഒരു 4 പോർട്ട് നെറ്റ്വർക്കിൽ അല്ലെങ്കിൽ ഒരു 4 പോർട്ട് നമ്മുടെ മൈക്രോവേവ് ഡിവൈസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എങ്ങനെയാണോ വേവ് ഗൈഡ് ടീസ് നമ്മൾ പഠിച്ചിരുന്നു, ഇ എച്ച് പ്ലെയിൻ ടി ജംഗ്ഷൻ. സോ ഓൾമോസ്റ്റ് സിമിലർ കൺസെപ്റ്റ് തന്നെയാണ്. ഒറ്റ ഡിഫറൻസ് ആണ്, നമ്മൾ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തു? ഒരു ഫെറൈറ്റ് ഡിവൈസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, ഇനി ഡിസ്ക്രിപ്ഷൻ ഞാൻ ഇനി ഒന്നുകൂടെ പറയേണ്ടി വരില്ല, കാരണം നേരത്തെ ഞാൻ പറഞ്ഞതിന്റെ സെയിം തിയറി ആണ്. ജസ്റ്റ് അങ്ങ് വായിച്ചു പോവാം. The power entering port 1 is TE10 mode and is converted to TE11 mode because of gradual rectangular to circular transition. And this power passes port 3 unaffected since the electric field is not significantly cut and is rotated through 45 degree due to the presence of ferrite rod, and passes the port 4 unaffected for the same reason as it passes through the port 3, and finally emerges out of port 2, and the power from port 2 will have a plane of polarization which is already tilted by 45 degree with respect to port 1. This power passes the port 4 unaffected because the electric field is not again significantly cut, and the wave get rotated by another 45 degree due to the ferrite rod in the clockwise direction. Okay, and ഇവിടെ ഒരു നമ്മൾ ഈ ഒരു ഡിറക്ഷനിലും കൂടെ നമ്മൾ ഒരു 45 ഡിഗ്രി ടിൽറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. സ്വാഭാവികമായിട്ടും അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? ഒരു ഫെറൈറ്റ് റോഡ് വെച്ചിട്ടാണ്. And this power, whose plane of polarization now it's already tilted to 90 degree, and port 3 is suitably aligned, port 3 അല്ല, port 2 is suitably aligned and emerges out of it. Okay, പോർട്ട് 2 ആണ് കേട്ടോ. അതിന് 90 ഡിഗ്രി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പോർട്ട് 2 എന്ത് ചെയ്യും? നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് അലൈൻ ചെയ്തിട്ട് അതുവഴിയാണ് നമുക്ക് സിഗ്നൽസ് ഔട്ട്പുട്ടിലേക്ക് കിട്ടുന്നത്.